കാസർഗോഡ് നിന്നൊരു വാർത്ത വരികയാണ്. ബദിയടുക്കയിൽ മോഷണ കേസ് ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. അടക്ക മോഷണ കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ച് മർദ്ദിച്ചതായി ഏത്തടുക്ക സ്വദേശി അജിത് കുമാറാണ് പരാതി നൽകിയത്. CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ പ്രതിയുമായി സാമ്യമുണ്ടെന്ന പേരിൽ ബദിയടുക്ക പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം മർദ്ദിച്ചു എന്നാണ് പരാതി. കേസിൽ യഥാർത്ഥ പ്രതികളായ 3 പേർ പിന്നീട് പിടിയിലാവുകയും ചെയ്തു. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകണം. അതിനു മുൻപ് അരുൺ പൂപ്പറമ്പയിലേക്ക് പോയാൽ, അരുൺ, മോഷണ കേസ് ആരോപിച്ചാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം CCTV ദൃശ്യങ്ങളിൽ കണ്ടാൽ സാമ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത് എന്നതാണ്. മോഷണ കേസ് ആരോപിച്ചുകൊണ്ടാണ് മർദ്ദനം. ഈ പറഞ്ഞതുപോലെ ആളുമാറി മർദ്ദിക്കുക, അതല്ലെങ്കിൽ ഇത്തരത്തിൽ കേസെടുത്തുകൊണ്ട് കേസ് ആരോപിച്ചുകൊണ്ട് CCTV ക്യാമറയിലൊക്കെ സാമ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുന്ന സംഭവങ്ങൾ നിരന്തരം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നമ്മൾ ഇതുപോലെ കണ്ടതാണ്. വ്യാജ പോക്സോ പരാതിയിൽ ഈ പറഞ്ഞതുപോലെ ചില ആളുകളെ, യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. ഏതായാലും ആ SIയെ ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇവിടെ എന്താണ് സംഭവിച്ചത്? വിനീത, ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ഏത്തടുക്ക സ്വദേശിയായിട്ടുള്ള അജിത് കുമാറിനെ ബദിയടുക്ക പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. ഏത്തടുക്ക തന്നെയുള്ള ഒരു അടക്ക ഗോഡൌണിൽ നിന്നും അടക്ക മോഷണം പോയി. അവിടെ നിന്ന് പോലീസ് ഒരു CCTV ദൃശ്യം ശേഖരിച്ചിരുന്നു. ആ CCTV ദൃശ്യത്തിൽ ഉള്ള പ്രതി അജിത് കുമാറിനോട് രൂപസാദൃശ്യം ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ സംശയം തോന്നിയാണ് അജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അജിത്തിന്റെ പരാതിയിൽ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ ഈ കുറ്റം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദമുണ്ടായി എന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം തുണി അഴിപ്പിച്ച് പിന്നീട് ലാത്തി കൊണ്ട് മർദ്ദിച്ചു എന്നതാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെ CCTV ഇല്ലാത്ത ഭാഗത്ത് നിന്നാണ് അങ്ങോട്ട് കൊണ്ടുപോയി, ആ ഭാഗത്ത് കൊണ്ടുപോയാണ് മർദ്ദനം ഉണ്ടായതെന്നും പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ച് ഇത് നീ തന്നെയല്ലേ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടുള്ള മർദ്ദനമുണ്ടായി എന്നതാണ് അജിത്ത് പറയുന്നത്. അതിനുശേഷം രാത്രിയോടെ വീട്ടിലേക്ക് വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിലെ യഥാർത്ഥ പ്രതികളെ 3 പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ അജിത്ത് ഇതിൽ ഈ കസ്റ്റഡി മർദ്ദനത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു, പോലീസ് യാതൊരു തെളിവുമില്ലാതെ ഒരു CCTV ദൃശ്യം മാത്രം എടുത്ത് അതിൽ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ കുറ്റം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് മർദ്ദനവും സമ്മർദ്ദവും ഭീഷണിയും പോലീസിന്റെ ഭാഗത്തുണ്ടായത് എന്നതാണ് അജിത്ത് പറയുന്നത്. നമ്മൾ അവിടുത്തെ ബദിയടുക്ക SHOവുമായി സംസാരിച്ചിരുന്നു. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന കാര്യം, അതായത് 8-ാം തീയതി വൈകിട്ട് ഈ അജിത് കുമാറിനെ, അതായത് CCTV ദൃശ്യത്തിൽ രൂപസാദൃശ്യം കണ്ടതോടെ അങ്ങനെ സംശയിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പോലീസ് സ്റ്റേഷനിലെത്തി മർദ്ദിച്ച കാര്യം പോലീസ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. സംശയം തോന്നി കസ്റ്റഡിയിലെടുത്തു. അവിടെ ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് വിട്ടയക്കുകയാണ് ചെയ്തത്. പിന്നീട് അതിനുശേഷം യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്തു എന്നതാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഇതിൽ മർദ്ദനമുണ്ടായിട്ടുണ്ട്. തുണി അഴിപ്പിച്ച്, അതായത് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം തുണി അഴിപ്പിച്ച് മർദ്ദിച്ചു എന്നതാണ് ഈ അജിത് കുമാറിന്റെ പരാതിയിൽ പറയുന്നത്. അതിൽ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്നതാണ് അജിത് കുമാർ പറയുന്നത്. ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഒരു കളവ് കേസിന്റെ ഇതിലായിട്ട് അവര് എന്നെ എൻക്വയറി ആക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഏതോ ഒരു CCTV ഫുട്ടേജിൽ എന്നെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് എന്നെ നാട്ടുകാരോടെല്ലാം കാണിക്കുമ്പോൾ അത് എൻ്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവർ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞിട്ട് ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കേസിൽ എന്ന് പറഞ്ഞിട്ട് അവർ കോളർ പിടിച്ചിട്ട് അടിച്ചിട്ട് എന്നെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ഒരാളെപ്പോലെ 7 പേരുണ്ടെന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷെ ഇതൊട്ടും തമാശയല്ല. CCTVയിൽ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര പേരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും? ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ പ്രശ്നം. മാത്രമല്ല, തുണി അഴിപ്പിച്ചുകൊണ്ട് ഒരു യുവാവിനെ ഇത്ര ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിയമ നടപടികളുമായി പോവുകയാണ്. നമ്മൾ നേരത്തെ പത്തനംതിട്ടയിലും സമാനമായ രീതിയിൽ പോലീസ് മർദ്ദനത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ SHOയ്ക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിലും ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രതികളെ
കസ്റ്റഡിയിലെടുക്കാം, പക്ഷേ അല്ലെങ്കിൽ സംശയം തോന്നുന്നവരെ കസ്റ്റഡിയിലെടുക്കാം. എന്തിനാണ് ഈ മർദ്ദനമുറ എന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.